ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനിവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ലോങ് വീഡിയോ. സോ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫല്ല, പോർക്കും കപ്പയുമാണ്. സോ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ മെറി അൺഫിൽറ്റേർഡ്. സോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പോർക്ക് ആൻഡ് കപ്പയാണ്. സോ ഞാൻ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഈ പോർക്ക് ആൻഡ് കപ്പ ഉണ്ടാക്കുന്നത് എൻ്റെ റെസിപ്പിയാണ്. സോ ഇതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. നമ്മളിപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇതാണ് പോർക്കിൻ്റെ ബ്രിട്ടീഷ് പോർക്ക് ബോൺലെസ് ലെഗ്, പെർഫെക്റ്റ് ഫോർ ക്രാക്ലിംഗ്. മോറിസണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ ഒരു 1.5 കിലോ പോർക്കിനായത് 5.99 ആണ്. So കണ്ടോ, ഇതാണ് 1.5 kg ഓഫ് പോർക്ക്. സോ പോർക്ക് നന്നായിട്ട് കഴുകി വെച്ചു. ഇനി നമ്മൾ ഇതിട്ട് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ദാറ്റ്സ് ഇറ്റ്. കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ആദ്യം ഇട്ടത്. കുറച്ച് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരു ഗരം മസാല ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി ഇടുന്നത്. 3 പച്ചമുളക് ഇടുന്നുണ്ട്. ഇത്തിരി വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ആൻഡ് കുറച്ച് ഇഞ്ചി ഞാൻ ഇടും. ഞാൻ അങ്ങനെയാണ്, ഞാൻ കാണാൻ പറ്റും. സോ ഇതാണ് പൊടികളൊക്കെ ഇട്ട സാധനങ്ങൾ. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ. ഇനി നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഹോക്കിൻസിൻ്റെ ഈ കുക്കറാട്ടോ. ഈ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ ഓർ 3 വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത്. അപ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. കപ്പ ഇത്തിരി നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലും. ഇങ്ങനെ വെയിൽ കൊള്ളാൻ എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വെയിൽ കൊള്ളുന്നത്. പക്ഷേ ഇവിടുത്തെ വെയിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. കുറച്ച് മുന്നേ നമ്മുടെ മുഖത്തൊരു കറുത്ത കളർ പാട് വരും. സോ ഇവിടുത്തെ വെയിൽ അത്ര കിട്ടിയ സൺസ്ക്രീൻ ഈസ് നിർബന്ധം. ഹേ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവോള. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മസാല. ഗ്യാസ് ടോപ്പ് ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ പോർക്ക് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചാറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്.
നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തിളച്ച് വരട്ടെ. കുറച്ചേരം നമുക്ക് മൂടി വയ്ക്കാം. ദിസ് കപ്പ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ജീരകം, തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയുടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കപ്പയായിട്ടങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. സോ യാ, നമ്മൾ കപ്പയുടെ അകത്തേട്ട് പോർക്ക് മിക്സ് ചെയ്യണം. ഇത്തിരി